5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ആശാ വർക്കർമാർ 100-ാം ദിവസത്തെ സമരമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കേരളമാകെ ഒരു യാത്ര നടത്തുകയാണ്. ഈ സമരത്തിൻ്റെ ആവേശം എല്ലായിടത്തും എത്തിക്കുന്നതിനും 26,000-ഓളം വരുന്ന ആശാ വർക്കർമാരുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളമാകെ ആശാ വർക്കർമാർ കലാജാഥയും അതുപോലെ തന്നെ തെരുവ് യാത്രയും ഒക്കെ നടത്തുകയാണ്. രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള പരിപാടികൾ നടക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറുള്ള പ്രോഗ്രാമാണ്. രാത്രിയും അവർ സഞ്ചരിക്കുന്നുണ്ട്. അത്രയും പരിപാടി നടക്കുന്നതിൻ്റെ ഈ ടീം ആശാ വർക്കേഴ്സിൻ്റെ വലിയൊരു വിഭാഗം 12-ാം തീയതി നിലമ്പൂരിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. നിലമ്പൂരിലെ സ്വരാജിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി, കാരണം ഗവൺമെൻറ് കാണിക്കുന്ന ഈ വഞ്ചന, ചതി, ഈ തട്ടിപ്പ്, ഈ നിഷേധം, ജോലി നിഷേധം, ഈ പണം കൊടുക്കാത്തത്, അവരെ ശമ്പളം കൊടുക്കാത്തത്, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ആശാ വർക്കേഴ്സ് വയ്ക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നതിന് വേണ്ടി 12-ാം തീയതി അവർ നിലമ്പൂരിൽ പോകും എന്നാണ് പറയുന്നത്. നിലമ്പൂരിൽ പോയി അവർ ഇത് ചെയ്യും. അപ്പം എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇത്തരത്തിലേക്ക് ഇത് വലിച്ചുകൊണ്ട് പോകരുത്. ഈ പ്രശ്നത്തെ അടിയന്തരമായി പരിഹരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ അത് ഫോളോ അപ്പ് ചെയ്യണം. അത് ഫോളോ അപ്പ് ചെയ്ത് മേടിക്കണം. മേടിച്ചെടുത്ത് നമ്മുടെ സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന് 100 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. 100 രൂപ ഒരു ദിവസം കൂട്ടിയാൽ 3000 രൂപ, 30 × 100 3000 രൂപ. അവർ 7000 രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു 10000 രൂപ. പ്രശ്നം തീരാൻ എല്ലാ സാധ്യതയുണ്ട്. ഈ 3000 രൂപ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിന്ന് 1000 രൂപ ഗ്രാമപഞ്ചായത്തും, 1000 രൂപ ബ്ലോക്ക് പഞ്ചായത്തും, 1000 രൂപ ജില്ലാ പഞ്ചായത്തും, അല്ലെങ്കിൽ 2000 രൂപ ഗ്രാമപഞ്ചായത്തും, 3000 രൂപ ബ്ലോക്ക് പഞ്ചായത്തും. ഒരു വർഷത്തേക്ക് 1-2 ലക്ഷം രൂപയുടെ അധിക ബാധ്യത വരുള്ളന്നേ. അത് പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്താലും നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്താലും എത്ര ബാധ്യത വരാൻ പോകുന്നു. ഗവൺമെൻറ് ഈ ബാധ്യതകളെല്ലാം കൂടെ ഏറ്റെടുക്കുന്നതിനാണ്. ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല. പഞ്ചായത്തുകൾക്ക് ഈ പണം കൊടുക്കാൻ പറയണം. കാരണം അവർക്ക് നോൺ പ്ലാനിൽ നിന്നോ പ്ലാനിൽ നിന്നോ 1-2 ലക്ഷം രൂപ മാത്രമല്ല 10-400 പഞ്ചായത്തുകൾ ഇത് കൊടുക്കാൻ തയ്യാറായതല്ലേ. MP രാജേഷിൻ്റെ ഈഗോയാണോ അവിടെ വർക്ക് ചെയ്തത്? MP രാജേഷ് പറഞ്ഞ് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഉത്തരവെടുക്കണം. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്ന? പ്രശ്നം തീരട്ടെന്നേ. ഈ പ്രശ്നം തീർന്നാൽ അതിൻ്റെ ആത്യന്തികമായ ഗുണം കിട്ടുന്നത് ഗവൺമെൻറ്റിനല്ലേ. എന്താണ് ഈ ഗവൺമെൻറ്റിൽ പരിചയസമ്പത്തില്ലാത്ത മന്ത്രിമാരായതാണ് ഈ പ്രശ്നം. യാതൊരു റിപ്പോർട്ടർ TV-യിലും അതുപോലെ മറ്റ് ചാനലുകളിലൊക്കെ ഇരുന്നിട്ട് യാതൊരു പരിചയമില്ലാത്ത ക്യാപ്റ്റൻ കപ്പിത്താനാണ്, കപ്പിത്താൻ മുങ്ങൂല, ക്യാപ്റ്റൻ മുങ്ങൂല, കപ്പൽ മുങ്ങൂല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിക്കുന്ന ഒരു വനിതയെ പിടിച്ച ആ ശൈലജ ടീച്ചറൊക്കെ ആയിരുന്നെങ്കിൽ ഇത് എത്ര മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചതിനെ. തോമസ് ഐസക് ഇവിടെ ഉണ്ടായിരുന്നു, സുധാകരൻ ഉണ്ടായിരുന്നു, ശൈലജ, എത്ര പരിണതപ്രജ്ഞരായ മന്ത്രിമാരുണ്ടായിരുന്ന നാടാണ് ഇത്. ഇടതുപക്ഷത്ത് തന്നെ, വലതുപക്ഷമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവരാരെങ്കിലും ആയിരുന്നില്ല 24 മണിക്കൂറിനകത്ത് സമരം തീർക്കത്തില്ലായിരുന്നോ? ഇത് സമരം തീർക്കുകയുമില്ല. സമരത്തിൽ വെച്ചിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കൊടുക്കും. അതുപോലെ തന്നെ NRHMൻ്റെയൊക്കെ ഒരു പരിചയമില്ലാത്തൊരു IAS കാരനല്ലേ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ IAS കാര്യമാണ്. ഇപ്പം നേരത്തെ കാരനായിരുന്നു, ഇപ്പോൾ കാര്യമാണ്. ആരാന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. ഇതൊന്നും തിരക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ല. എന്താ സംഭവിക്കുന്നത്? വളരെ കഷ്ടമല്ലേ. അവരെ വിളിച്ചു കൂട്ടി ഒരുപാട് മീറ്റിംഗ് അവരുമായിട്ട് നടത്തിയിട്ട് പറയുന്നത് എന്താണ്? ഒന്നും തരാൻ പറ്റില്ലെന്ന്. പിന്നെ എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത്? അവരെ വളരെ കൃത്യമായി അവരെ വിളിച്ചു കൂട്ടി അവരെ വിശ്വാസത്തിലെടുത്ത് ഒരു 3000 രൂപ മാസം കൊടുക്കാൻ, ഒരു 10000 രൂപ കൊടുക്കാൻ തീരുമാനം. കമ്മീഷനെ വെച്ചല്ലോ, കമ്മീഷനൊക്കെ നന്നായി. ഇനി ഒരു 10000 രൂപ അവർക്ക് കൊടുക്കാൻ ഒരു 3000 രൂപ ഞങ്ങൾ കൂട്ടി തന്നിരിക്കുന്നു. നിങ്ങളുടെ ഈ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴാലോചിക്കാം. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ. ഹരിത IASനെ വെച്ചിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു വലിയ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് വിരമിക്കൽ ആനുകൂല്യം കുറിച്ച് പിന്നെ തീരുമാനിക്കാം. ഇപ്പം ഇതാ നിങ്ങൾക്ക് 3000 രൂപ തരുന്നു, 10000 രൂപ ആകുന്നു, നിങ്ങൾ സമരം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ പാവപ്പെട്ട സ്ത്രീകളാണെന്നേ. അവർ ഈ സമരമൊക്കെ നിർത്തി വീട്ടിൽ പോകുന്നേ. അവർക്ക് ഈ സമരവും ചെയ്ത് പരിചയമില്ലെന്നേ. SUCI എന്നൊക്കെ പറയുന്നത് എത്ര വലിയ സംഘടനയാണ് കേരളത്തിൽ. ചെറിയ സംഘടനയല്ലേ. അവരിലുള്ള കുറച്ച് പേർക്ക് സമരം ചെയ്ത് പരിചയം കാണും. ബാക്കി ഈ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവർ CITUവിലും INTUസിലും എല്ലായിടത്തും നിന്നിട്ട് ഒരു ഗതിയും പരഗതിയും കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവർ SUCI വിളിച്ചപ്പോഴൊക്കെ പോയത്. അവർക്ക് പാവങ്ങളല്ലേ. അവർ കുറച്ച് പൈസ കൊടുക്കണ്ടേ. എത്ര കാലമായിട്ട് അവരുടെ കിടക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകരെല്ലാം സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് പറഞ്ഞില്ലേ, സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞില്ലേ, അവർ കേരളം മുഴുവൻ ജാഥ നടത്തുകയല്ലേ. എന്തിനാണ് ഇതിനെ? അരുന്ധതി റോയ് വരെ പറഞ്ഞില്ലേ, സാറാ ജോസഫ് പറഞ്ഞില്ലേ, കേരളത്തിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് CPI പറഞ്ഞില്ലേ, എന്തിനു പറഞ്ഞാൽ CPI പറഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് ഈഗോയും കോംപ്ലക്സും ഒക്കെ? മുഖ്യമന്ത്രി അടിയന്തരമായി നിലമ്പൂർ ഇതിനു മുമ്പ് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി അടിയന്തരമായി മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നേ. എന്നിട്ട് ആ നിലമ്പൂരിൽ അവരെ അവരുടെ ഒരു പിന്തുണയും കൂടെ നേടുന്നതല്ലേ അതിൻ്റെ ഒരു അന്തസ് രാഷ്ട്രീയം. അതല്ലേ ഒരു നല്ല പ്രായോഗിക രാഷ്ട്രീയം. അപ്പോൾ ആരുടെയും ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനല്ലെന്നേ രാഷ്ട്രീയം പ്രായോഗികതയുടേതാണ്. അത് എല്ലാവരെയും പരമാവധി കൂടെ നിർത്തലാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ LDFന് വേണ്ടിയോ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയോ സംസാരിച്ചതല്ല. നമ്മുടെ പാവ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അങ്ങനെയെങ്കിലും പരിഹരിക്കുകയാണെങ്കിൽ ഈ ഇലക്ഷൻ്റെ പൂമുഖത്ത് നിൽപ്പോഴെങ്കിലും പരിഹരിക്കട്ടെ. എന്തായാലും 12-ാം തീയതി സ്ത്രീകളെല്ലാം അവിടെ ചെല്ലുന്നു എന്ന് പറയുന്നു. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ നോക്കിക്കാണുമ്പോൾ വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ.